വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഈ വർഷം എല്ലാവർക്കും നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് രാവിലെ പാലക് പനീറും ചപ്പാത്തിയാണ് കേട്ടോ. ബട്ടർ ചപ്പാത്തിയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു, ഷെയർ ചെയ്തിടാമെന്ന് വിചാരിച്ചു. എൻ്റെ മോൻ തലേ ദിവസമൊക്കെ നല്ല പാലക് പനീർ വേണമെന്നൊക്കെ പറയും. പിറ്റേ ദിവസം ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര താമസമാണ്. ഇത് കഴിച്ചിട്ട് ഇപ്പോൾ 2 ചപ്പാത്തിയൊക്കെ ഞാൻ ഭംഗിക്ക് വെച്ചു എന്നേ ഉള്ളൂ. അവൻ കഴിച്ചു വരുമ്പോൾ ഒന്നെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ. എന്ത് ഭക്ഷണമാണ്. അപ്പോൾ അവനെ വീഡിയോ എടുക്കണ്ടെന്നാണ് അവൻ പറയുന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുക്കണ്ട, അമ്മയുടെ കറി കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ പനീറാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പനീറും നിങ്ങൾക്ക് എടുക്കാം. ക്യൂബായിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ക്യൂബായിട്ട് മുറിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്നതിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. 1 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അപ്പോൾ തന്നെ ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം പാലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. 4 അണ്ടിപ്പരിപ്പും 4 ബദാമും എടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ 8 വരെ ഇടാം നമുക്ക്. പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് വലിയ കഷ്ണമായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാം. നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഇന്ന് സാധാരണ നമ്മൾ സൺഫ്ലവർ വെച്ചൊന്ന് വാട്ടിയിട്ടാണ് അരയ്ക്കാറ്. അങ്ങനെ ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് പാലക് പനീറിൽ നമുക്ക് വേറെ എരിവിന് ആവശ്യമുള്ളത് പച്ചമുളക് തന്നെ നമ്മളിടണം. അപ്പോൾ അതിനാവശ്യമുള്ള 4 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പഴുത്ത പച്ചമുളക് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ അനുസരിച്ചിട്ടിടാം. അപ്പോൾ ഇതിട്ടാൽ എരിവ് കുറച്ച് കുറവേ ആവുള്ളൂ, കൂടുതലാവില്ല. നിങ്ങളിടുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒന്ന് എരിവ് കുറയുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഈ വെള്ളം ഒന്ന് ഏകദേശം വറ്റി വരുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് വേവിച്ച് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ പണി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതേപോലെ തന്നെ പാലക്കും ഒന്ന് ഞാൻ സെപ്പറേറ്റാണ് പാലക്കിട്ടത്. പാലക്കിട്ട് ഇത്രയും നേരം തിളപ്പിക്കേണ്ട, വേവ് വ്യത്യാസമുള്ളത് കൊണ്ടാണ്. പാലക്കിട്ട 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഫ് ചെയ്യുക. തിളച്ച വെള്ളത്തിലേക്ക് പാലക്കിടുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് അങ്ങ് കുഴഞ്ഞു വരും. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഒത്തിരി നേരം തിളപ്പിക്കേണ്ട, അതിൻ്റെ പച്ചച്ചവ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു അല്പം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് തണുത്തതിൻ്റെ ശേഷം അരച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മുടെ പകുതിയോളം പണി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറിൽ പനീർ വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഞാനതും ചെയ്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയൊരു ക്യൂബ് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ബട്ടറിൽ മൂക്കുമ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കിൻ്റെ കൂട്ട് അതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടിട്ട് 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ പനീർ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. പക്ഷേ ചേർക്കണ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇതിൽ ചേർത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയപ്പോൾ ആ ഭാഗം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അതിൻ്റെ മുകളിലൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. താങ്ക് യു.